വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പടുകഥയും ബാത്ത് ചീത്തുമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏക് ദിൻ, ഒരു ദിവസം, വഹ് മാതാപിതാസെ, അവൻ അമ്മയോടും അച്ഛനോടും ബല്ല ഔർ ഗേംദ് മാങ്ക്താ ഹെ, ബാറ്റും ബോളും ആവശ്യപ്പെടുന്നു. ബല്ല, ബാറ്റ്, ഗേംദ്, ബോൾ. ലേക്കിൻ പക്ഷേ പാഞ്ചുവിമേം അഞ്ചാം ക്ലാസ്സിൽ അച്ഛേ നമ്പർ ആനേക്കെ ബാത്, നല്ല മാർക്ക് വാങ്ങിച്ചതിന് ശേഷം ദിലാനേക്ക് ബാത്ത് കഹത്തെ ഹെ, വാങ്ങിച്ചു തരാമെന്ന് പറയുന്നു. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ്. ഇത് പേജ് നമ്പർ 38-ല് കേശവന്റെ അമ്മയും അച്ഛനും കേശവനും തമ്മിൽ ഒരു ചെറിയ സംഭാഷണമുണ്ട്. ഈ ഭാഗം ഒരു പടുകഥയായിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? പടുകഥയുടെ ഫോർമാറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പടുകഥ എഴുതുമ്പോൾ സീന്, സ്ഥാന്, സമയ്, പിന്നെ കഥാപാത്രങ്ങൾ, അവരുടെ വയസ്സ്, അവരുടെ വേഷം, പിന്നെ വിവരൺ, സംവാദ്, അവസാനം സീൻ സമാപ്ത്, ഇങ്ങനെ കൊടുക്കണം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ബാത്ത് ചീത്തായിട്ടാണ് വരുന്നത് എങ്കിൽ ഈ സംവാദ് എന്നുള്ള ഭാഗം മാത്രം എഴുതി കൊടുത്താൽ മതി. ഇവിടെ സീൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 ഓർ 2 ഒക്കെ കൊടുക്കാം. സ്ഥാൻ, അസ്ഥായി ഡേരേമയം, താൽക്കാലിക കുടിലിൽ. അവർ താൽക്കാലിക കുടിലിലാണ് താമസിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. സമയ്, ഷാംകോ 5 ബജെ, വൈകുന്നേരം 5 മണിക്ക്. ഏത് ടൈം വേണമെങ്കിലും കൊടുക്കാം. കഥാപാത്രങ്ങൾ 3 ആളാണുള്ളത്. ഒന്ന് കേശവനും അമ്മയും അച്ഛനും. കേശവ്, കേശവന്റെ വയസ്സ് കരീബ് 9 ബജെ, ഏകദേശം 9 വയസ്സ്. ഇവിടെ പാഠഭാഗത്ത് കേശവന്റെയും അവന്റെ പാരന്റ്സിന്റെ വയസ്സൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഒരു വയസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. വേഷ്, ഷർട്ട് ഓർ പാന്റ്, ഷർട്ടും പാന്റും ആണ് ധരിച്ചിരിക്കുന്നത്. മാത, അമ്മ, അമ്മയുടെ വയസ്സ് കരീബ് 30 വർഷ്, വേഷ് ചൂടിദാർ. പിത, വയസ്സ്, ആയു കരീബ് 35 വർഷ്, വേഷ് ഷർട്ട് ഓർ പാന്റ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് വിവരണാണ് കൊടുക്കേണ്ടത്. ഏത് സാഹചര്യത്തിലാണ് ഈ സംഭാഷണം, ഇവിടെ സംവാദം നടക്കുന്നത് എന്നാണ് കൊടുക്കേണ്ടത്. വിവരൺ, കേശവ് കോ ക്രിക്കറ്റ് ഖേൽന ബഹുത്ത് പസന്ത് ഹെ, കേശവിന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണ്. ബഹുത്ത് പസന്ത് ഹെ, വളരെ ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഹർദിൻ, എല്ലാ ദിവസവും, വഹ് ക്രിക്കറ്റ് ദേഖ്നെ കെ ലിയെ ജാത്താ ഹെ, അവൻ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നു. कोई भी टीम उसे अपनी तरफ खेलने के लिए तैयाർ नहीं होती. कोई भी ടീം, ഒരു ടീമും ഉസെ, അവനെ, അപ്പനീ തരഫ്, തന്റെ ടീമില്, കേൽനെ കേലിയെ, കളിപ്പിക്കാൻ തയ്യാർ നഹി ഹോത്തി, തയ്യാറായിരുന്നില്ല. കേശവ് ഉദാസ് ചേഹരെ കെ സാത്ത്, സങ്കടമുഖത്തോടെ, ചേഹര മുഖം, സങ്കടമുഖത്തോടെ, ഉദാസ് സങ്കടം. മാതാപിതാക്കെ പാസ് ആത്താഹെ, അമ്മയുടെ അച്ഛന്റെ അടുത്ത് വരുന്നു. നെക്സ്റ്റ് സംവാദാണ് കൊടുക്കേണ്ടത്. കേശവനും പാരന്റ്സും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ വരുന്നത്. നോക്കാം. കേശവ്, ചേഹരെ പർ ഉമ്മീദ്, മുഖത്ത് പ്രതീക്ഷയോടെ, പ്രതീക്ഷയുള്ള മുഖത്തോടു കൂടി, ഉമ്മീദ്, പ്രതീക്ഷ. പിതാജി, അച്ഛാ, ക്യാ ആപ്പ് മേരെ ലിയെ ഭി ഏക് ബല്ല ഔർ ഗേംദ് ഖരീദ് ദേംഗെ, എനിക്ക് വേണ്ടി ഒരു ബാറ്റും പന്തും വാങ്ങിച്ചു തരാമോ? പിതാജി, ക്യാ ആപ്പ് മേരെ ലിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി, ഏക് ബല്ല ഔർ ഗേംദ് ഖരീദ് ദേംഗെ, ഒരു ബാറ്റും ബോളും വാങ്ങിച്ചു തരാമോ? പിത, തൊടി ഗംഭീർ ചെഹ്ര, അച്ഛന്റെ ഭാവം എങ്ങനെയാണ്? അല്പം ഗൗരവത്തോടെ, ഗംഭീർ, ഗൗരവം, കുറച്ച് ഗൗരവത്തോടു കൂടിയാണ് അച്ഛൻ പറയുന്നത്. ബല്ല ഔർ ഗേന്ദ്, ബാറ്റും ബോളോ? അബി ഉസ്കി ക്യാ ജരൂരത്ത് ഹെ, ഇപ്പൊ അതിന്റെ ആവശ്യം എന്താണ്? അബി, ഇപ്പോൾ, ഉസ്കി, അതിന്റെ, ക്യാ ജരൂരത്ത്, എന്താണ് ആവശ്യം? കേശവ്, ധീമി ആവാസ്, അച്ഛൻ കുറച്ച് ഗൗരവത്തിലായിരുന്നു അല്ലെ? അപ്പോൾ കേശവൻ മന്ദസ്വരത്തിൽ, മങ്ങിയ ശബ്ദത്തിൽ, സബ് ലടുക്കെ ഖേൽത്തെ ഹെ, എല്ലാ കുട്ടികളും കളിക്കുന്നു. മേരെ പാസ് അപനാ കുച്ച് നഹീം ഹേ, ഇപ്പോൾ എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. മേരെ പാസ് അപ്നെ കുച്ച് നഹീ ഹെ, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. മുझे भी खेलने का मन करता है, എനിക്കും കളിക്കാൻ തോന്നുന്നു. മുझे भी, എനിക്കും, खेलने का मन करता है, എനിക്കും കളിക്കാൻ തോന്നുന്നു. ദെൻ മാം, സമച്നെ വാലെ സ്വർമേം, അമ്മ എന്തൊക്കെയോ മനസ്സിലായ ശബ്ദത്തിൽ, അമ്മ കുറച്ച് ബോധ്യത്തോടെ, പഹലെ പടായി പർ ധ്യാൻ ദോ, ആദ്യം നീ പഠനത്തിൽ ശ്രദ്ധിക്കൂ. പഠായിമേ, പഠനത്തിൽ, ധ്യാൻ ധോ, ധ്യാൻ ശ്രദ്ധ, നീ ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കൂ. കേശവനെ വിളിച്ചിട്ട് പറയാണ്, നീ ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കൂ. കേൾക്കൂത് തോ ബാദ് മേം ഹോ ജായേങ്ക, കേൾക്കൂത് എന്ന കളികളൊക്കെ ബാദ് മേം ഹോ ജായേങ്ക, പിന്നീടാവാം.
देन केशव लेकिन माम अगर मेरे पास अपना बल्ला होगा तो मैं भी अच्छे से खेल पाऊंगा. then കേശവ് പറയാണ് ലേക്കിൻ മാ പക്ഷെ അമ്മേ അഗർ മേരെ പാസ് എന്റെ അടുത്ത് അപ്പനാ ബല്ല ഹോങ്കാത്തോ എനിക്ക് സ്വന്തമായ ഒരു ബാറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ മേമ്പി ഞാനും അച്ചേസെ ഗേൽ പാവുക നന്നായി കളിക്കുമായിരുന്നു. പക്ഷെ അമ്മേ എനിക്ക് സ്വന്തമായ ഒരു ബാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നല്ല രീതിയിൽ കളിക്കുമായിരുന്നു. then പിത ശാന്തിലേക്ക് ദൃഢസ്വർ സമാധാനത്തിൽ ശാന്തമാണെങ്കിലും ഒരു ദൃഢശബ്ദത്തിൽ ഉറച്ച ശബ്ദത്തിൽ പറയാണ് ദേഖോ കേശവ് നോക്കൂ കേശവ് ജബ് തും പാഞ്ചവീം കക്ഷ അച്ഛേ അംഗോം സെ പാസ് കർ ലോങ്കോ എപ്പോഴാണോ നീ 5ാം ക്ലാസ്സിൽ നല്ല മാർക്കോടി കൂടി പാസ്സാകുന്നത് തബ് അപ്പോൾ ഹം ഞങ്ങൾ തുമേ നിനക്ക് ഏക് ഗേംദ് ഗരീദ് ദോങ്കെ ഒരു ബോൾ വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞു കേശവ് നീ 5ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് ഒരു ബോൾ വാങ്ങിച്ചു തരാം. ഗേന്ദ് ഖരീദ് ദേൻഗെ ഒരു ബോൾ വാങ്ങിച്ചു തരാം. then കേശവ് ഔർ ബല്ലാബി ദിലാദേങ്കേന ബാറ്റും വാങ്ങിച്ചു തരുമല്ലോ. ബല്ലാബി ബാറ്റും ദിലാദേങ്കേന വാങ്ങിക്കുമല്ലോ. മാ മാസൂം ചെഹര മാസൂം ചെഹര എന്ന് വെച്ചാൽ നിഷ്കളങ്കമായ മുഖത്തോടു കൂടി സ്നേഹപൂർണ്ണ ഭാവ് സ്നേഹത്തോടെ സ്നേഹപൂർണമായ ഭാവത്തോടെ ഹൽക്കി മുസ്കാൻ ഒരു ലഘു പുഞ്ചിരിയോടെ ഉസ്കെ ബാരെ മേമ്പി തബ് സോച്ചെങ്കി അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ചിന്തിക്കാം. സബ് സോച്ചെങ്കി അപ്പോൾ ചിന്തിക്കാം. പഹലെ ആദ്യം അപ്പനി പടായിമേ മെഹനത് ദിക്കാവോ നീ ആദ്യം പഠനത്തിൽ പരിശ്രമിക്കൂ. അപ്പനി പടായിമേ സ്വയം പഠനത്തിലെ മെഹനത്ത് ദിക്കാവോ നീ പരിശ്രമം കാണിക്കൂ. then കേശവ് എന്ത് പറഞ്ഞു ധീരേസെ സ്ലോലി കേശവന് മനസ്സിലായി ഇപ്പൊ ബാറ്റും ബോളും ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. അച്ഛ ശരി മേ മെഹനത്ത് കരൂങ്ക ഞാൻ പരിശ്രമിക്കാം ഞാൻ ട്രൈ ചെയ്യാം. പിത ബസ് യഹി സമജ്ദാരി ഹേ അച്ഛൻ പറഞ്ഞു ഇതാണ് വിവേകം ഇതാണ് ബുദ്ധി അതാണ് നല്ലതെന്ന് പറയണം. പഹലെ പടായി ഫിർ ഗേൽ ആദ്യം പഠനം പിന്നീട് കളി. സന്തോഷ് വരി മുസ്കാൻ അച്ഛൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. മൻമേ ഹമാരാ ബേട്ട സമജ്ദാർ ഹെ മൻമേ മനസ്സിൽ അദ്ദേഹം പറയാണ് ഹമാരാ ബേട്ട സമജ്ദാർ ഹെ നമ്മുടെ മകൻ ബുദ്ധിമാനാണ്. ലാസ്റ്റ് സീൻ സമാപ്ത് എന്ന് കൂടി എഴുതി കൊടുക്കണം. ഈ പടുക്കഥ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും എഴുതാം. ഈ വരുന്നത് ഒരു ബാത്ത് ചീത്താണ്. ഗുല്ലു ആജ് ഗേൽനെ യഹീം ജായേങ്ക പടായി കരേങ്ക തും ഭാഗോ യഹാം സെ ഗുല്ലു ആജ് ഗേൽനെ നെഹി ജായ ഗുല്ലു ഇന്ന് കളിക്കാൻ വരുന്നില്ല. പടായി കരേങ്ക അവന് പഠിക്കണം. തും ഭാഗോ യഹാം സെ നീ ഇവിടുന്ന് ഓടിക്കോ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാണ്. ആന്റി ഉസ്കെ ദോസ്ത് ബുലാ രഹി ആന്റി അവന്റെ ഫ്രണ്ട്സുകൾ അവനെ വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത്ത് സെ കർത്തെ മാസൂമിയത്ത് നിഷ്കളങ്കതയോട് കൂടി പറഞ്ഞു. ഈ ഭാഗത്ത് നിന്ന് ഗുല്ലുവിന്റെ അമ്മയും കേശവനും തമ്മിൽ ഒരു സംഭാഷണം വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ കളിക്കാർ കുറവാകുമ്പോൾ കേശവനെ മറ്റു കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് അയക്കുന്നതാണ്. അങ്ങനെ ഗുല്ലുവിന്റെ വീട്ടിൽ വന്നപ്പോൾ ഗുല്ലുവിന്റെ അമ്മയും കേശവനും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. കേശവ് ഡിങ് ഡോങ് ബെല്ലിന്റെ ശബ്ദമാണ് കേട്ടോ. ഡിങ് ഡാങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഡിങ് ഡാങ്. കേശവ് ഡിങ് ഡാങ് ദർവാസേക്ക് ഗിണ്ടി ഭജി വാതിലെ ബെൽ മുഴങ്ങി. ദർവാസെ വാതിലെ ഗണ്ടി ബജി ബെൽ മുഴങ്ങി. ബെല്ലിന്റെ സൗണ്ട് ഇവിടെ കൊടുത്തതാണ് കേട്ടോ. ഗുല്ലു കി മാ കോൻ ഹെ ഗുല്ലുവിന്റെ അമ്മ കോൻ ഹെ ആരാണ്? കേശവ് ആന്റി മേം കേശവഹും ആന്റി ഞാൻ കേശവനാണ്. ഗുല്ലുക്കോ ബുലാനെ ആയാഹും ഞാൻ ഗുല്ലുവിനെ വിളിക്കാൻ വന്നതാണ്. ബുലാനെ ആയാഹും വിളിക്കാൻ വന്നതാണ്. ദെൻ ഗുല്ലു കി മാ ക്യോ ബുലാ രഹേ ഹോ എന്തിനാണ് ഗുല്ലുവിനെ വിളിക്കുന്നത്? കേശവ് ഉസ്കെ ദോസ്ത് മൈതാൻ മേ ക്രിക്കറ്റ് ഖേൽ രഹേ ഹേ അവന്റെ ഫ്രണ്ട്സുകൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഗുല്ലു കി മാം ആജ് വഹ് ഖേൽനെ നഹീ ജായേങ്ക ഗുല്ലുവിന്റെ അമ്മ എന്ത് പറഞ്ഞു? ഇന്ന് അവൻ കളിക്കാൻ വരുന്നില്ല കളിക്കാൻ പോകുന്നില്ല. ഖേൽനെ നഹീ ജായേങ്ക കളിക്കാൻ പോകുന്നില്ല. ഉസേ പടായി കർണി ഹെ അവൻ പഠിക്കുകയാണ് അവൻ പഠിക്കേണ്ടതുണ്ട്. പരീക്ഷ പാസ് ആ രഹി ഹെ പരീക്ഷ അടുത്തു വരുന്നു. കേശവ് ആന്റി വഹ് ദോടി ദേർ ഹി ഗേലേങ്ക ആന്റി അവൻ അല്പനേരം മാത്രം കളിക്കും. കേശവൻ പറയാണ് ദോടി ദേർ ഹി അല്പനേരം മാത്രം ഗേലേങ്ക കളിക്കും. സബ് ഉസ്ക ഇന്തസാർ കർ രഹേ ഹെ എല്ലാവരും അവന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്തസാർ കർന വെയിറ്റ് ചെയ്യുക പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അവന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏക്ക് ഗിലാടി കം ഹേ ഒരു കളിക്കാരൻ കുറവാണ്. ഗിലാടി പ്ലേയേഴ്സ് ഒരു കളിക്കാരൻ കുറവാണ്. കം ഹേ കുറവാണ്.
गुल्लू की माँ तुम लोगों को बस गेल की പടി രഹതി ഹേ. ഗുല്ലുവിന്റെ അമ്മ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് കളിയിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് പറയണം. തും ലോകോങ്കോ നിങ്ങൾക്ക് ബസ് കേൽ കി പടി രഹതി ഹേ. നിങ്ങൾ കളി മാത്രം മതി, നിങ്ങൾക്ക് കളിയിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. പഠായി ബി ജരൂരി ഹോത്തി ഹെ. പഠനവും വളരെ അത്യാവശ്യമാണ്. ജരൂരി ഇമ്പോർട്ടന്റ് അത്യാവശ്യമാണ്. കേശവ് മാസൂമിയത്ത് സെ നിഷ്കളങ്കതയോടുകൂടി. ആന്റി മേം തോ സിർഫ് ഉസേ ബുലാനെ ആയാതാ. ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. മേം തോ ഞാൻ സിർഫ് കേവലം ഉസേ ബുലാനെ ആയതാ. ഞാൻ അവനെ വിളിക്കാൻ വന്നതായിരുന്നു. സബിനെ മുച്ചേ ബേജാഹി. എല്ലാവരും എന്നെ അയച്ചതാണ്. എല്ലാവരും എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ബേജ അയച്ചത്. ഉല്ലുക്കിമ ദോട സത്ത് സ്വർമേ. കുറച്ച് ശക്തമായ ശബ്ദത്തില്, കുറച്ച് കടുപ്പമുള്ള ശബ്ദത്തില്. ദേക്കോ ബേട്ട നോക്കൂ മകനെ, തും ചാവോ നീ പൊക്കോ. മേംനെ കഹ് ദിയാ ന വഹ് ഗേൽനെ നഹീം ജായേഗ. ഞാൻ പറഞ്ഞില്ലേ അവൻ കളിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവൻ കളിക്കാൻ വരുന്നില്ല എന്ന്. കേശവ് ധീരേസെ. കേശവൻ പതുക്കെ അച്ഛാ ആന്റി, ശരി ആന്റി. മേം തുമേം ബത്താൻ ദുങ്ക. ഞാൻ അവരോട് പറയാം. ഉല്ലുക്കി മാം ഹാം അതെ. ഔർ തുമ്പി അപ്പനാ സമയ് പടായിമേൽ ലഗാവോ. നീയും നിന്റെ സമയം പഠനത്തിൽ ചിലവഴിക്കോ. തുമ്പി നീയും അപ്പനാ സമയം നിന്റെ ടൈം പടായിമേം ലഗാവോ. പഠനത്തിൽ മുഴുകിക്കോളൂ, പഠനത്തിൽ ചിലവഴിക്കോ. കേശവ് ജി ആന്റി. കേശവ് ചുപ് ചാപ്പ് വഹാംസെ ലൗട്ട് ജാത്തായി. കേശവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത്രയാണ് ഈ സംഭാഷണം വരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.